മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും പഴിചാരുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിൽ പറയുന്നത്. PJ കുര്യൻ സർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ആ സർ വിളി ഇനി അർഹിക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, അതിരൂക്ഷമായ വിമർശനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇപ്പോൾ അങ്ങനെ പറയുന്നതിലും അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു. SFI കരുത്തുറ്റ ആളുകളാണ്, കരുത്തുറ്റവർ അവർക്കൊപ്പമുണ്ട്. അങ്ങനെ SFIയെ പോലെ ആയില്ലെങ്കിൽ പോലും ഒരു 10-25 പേരെയെങ്കിലും വിളിച്ചു കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയണം എന്നൊരു വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ PJ കുര്യന്റെ വാക്കുകളെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്? വിമർശനങ്ങൾ എങ്ങനെയാണ്? ലക്ഷ്മി, കടുത്ത വിമർശനം തന്നെയാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ തന്നെ വേദിയിൽ വെച്ച് SFIയുടെ ക്ഷുഭിത യൗവനത്തെ കുറിച്ച് പുകഴ്ത്തിയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും PJ കുര്യൻ സംസാരിച്ചതാണ് ഈ എതിർപ്പിന് കാരണമായി മാറിയിട്ടുള്ളത്. ഇത് മാധ്യമ ശ്രദ്ധ കിട്ടാനാണ്. പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കളോടുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അത് ഈ രീതിയിലല്ല അതിന് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനെയും KSനെയും പഴിചാരുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. ഈ കഴിഞ്ഞ 9 വർഷമായി യൂത്ത് കോൺഗ്രസും KSയും നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പോലീസ് കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റ് പാർട്ടികളിൽ നിന്ന് പോലും മർദ്ദനമേൽക്കേണ്ടി വന്നു. ഇതൊന്നും കാണാതെ ഇത്തരത്തിൽ പഴി പറയുന്നത് ശരിയല്ല. കാഴ്ചക്കുറവുണ്ടെങ്കിൽ നല്ല മുന്തിയ ഇനം കണ്ണട വാങ്ങണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിലിന്റെ പരിഹാസം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 9 വർഷമായി ഫ്രീസറിലിരുന്ന സംഘടനയാണ് DYFIയും SFIയും. അതുകൊണ്ട് തന്നെ ഈ പെരുന്തച്ചൻ കോംപ്ലക്സുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കരുത്. ഏതെങ്കിലും തരത്തിൽ അതിന് മറുപടി പറഞ്ഞാൽ അത് അഹങ്കാരമായി കാണരുതെന്നും ഇവർ വിമർശിക്കുന്നു. ഓക്കെ പ്രസാദ്, ശരി.